ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, അതുപോലെ തന്നെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. തിങ്കളാഴ്ച 9-ാം തീയതി, ഓക്കെ, സെപ്റ്റംബർ 9 മുതൽ നമ്മൾ ഓൺ ഓഫർ പേഴ്സണൽ റീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. റീഡിംഗ് കാണുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? സോളാർ പ്ലെക്സ് ചക്ര വന്നിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്, സോളിറ്റ്യൂഡ്, സാക്രൽ ചക്ര. നിങ്ങളുടെ എനർജി നോക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാർഡ് എടുക്കാം. ഷാഡോ ആണ്. ഹാർമണിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോ കാർഡ്സ് എടുക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് എന്താണ്? കറന്റ് തോട്ട്സ് എന്താണ്? ഒരുപാട് കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ കാർഡ്സ് മാറ്റുന്നില്ല, അതേ കാർഡ്സ് തന്നെ ഞാൻ എടുക്കുകയാണ്. Two of Wands, Four of Swords, Ace of Cups, Six of Wands, Ten of Wands. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ സോളാർ പ്ലെക്സ് ചക്രയാണ് വന്നത്. സാക്രൽ ചക്ര കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അതായത് എനിക്കിവിടെ ലൈറ്റ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ക്ലാരിഫിക്കേഷനായിട്ട് സൺ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് എന്ന കാർഡ് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ എന്താണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുക. നിങ്ങളുടെ മെമ്മറീസ് അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ. അതായത് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നതാണെങ്കിലും ഇവിടെ അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് കൊണ്ട് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഓർമ്മകൾ വരുന്നത് കാരണം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അവരുടെ തോട്ട്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരികയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചതായിരിക്കാം, നിങ്ങൾ കറങ്ങാൻ പോയതായിരിക്കാം, നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം ലൈഫിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ ഇങ്ങനെ മിസ് ചെയ്യാണ്. ഓക്കെ, അവരതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് ആണ്. മേ ബി അത് ഒരു
സ്റ്റെബിലിറ്റി ഇല്ലായ്മ. ഓക്കെ, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. സാക്രൽ ചക്ര ഇവിടെ അവർക്ക് ബ്ലോക്കാണ്. അതുപോലെ തന്നെ സോളാർ പ്ലെക്സ് ചക്ര അവർക്ക് ബ്ലോക്കാണ്. അതായത് സ്വയം ഒരു സ്റ്റെബിലിറ്റി ഇല്ല, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കെൽപ്പ് അവർക്കില്ല. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ കരിയർ അല്ലെങ്കിൽ ജോബ് എന്തെങ്കിലും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടാകും. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും തരാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്തതാണ്, ഫിനാൻഷ്യലി ഒന്നും സ്റ്റെബിലിറ്റി എനിക്കില്ല എന്നൊന്നും നിങ്ങളടുത്ത് പറയാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അതായത് അവരുടെ ഇമേജ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അവർ മാറി നിൽക്കുക മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു പേഴ്സൺസ് ആണ്, അതായത് ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതർ ആരെങ്കിലും ഒക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, എനിക്കിവിടെ അങ്ങനെ വ്യക്തികളെ അങ്ങനെ എടുത്തു കാണിക്കുന്ന കാർഡ്സ് എനിക്കിവിടെ വരുന്നില്ല. ഒരു സിറ്റുവേഷൻ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സെപ്പറേഷൻ കാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം വ്യക്തികളാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നമെങ്കിൽ ഇവിടെ ആ വ്യക്തികൾ പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് സ്വയം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, സ്വയം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഒന്നും പറ്റുന്നില്ല. ആ വ്യക്തി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, സിറ്റുവേഷൻ ഇവിടെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. ഓക്കെ, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം എടുക്കുക. ഓക്കെ, അവരുടെ ഫീലിങ്സിലെല്ലാം തന്നെ, അതായത് അവരുടെ തോട്ട്സിലെല്ലാം തന്നെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഹാർമണി എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു കാർഡാണ്. ലവേഴ്സ് കാർഡാണ് ഈ കാർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലവ് ബിഗിനിങ്. ഓക്കെ, അതായത് അവരുടെ മെമ്മറീസിൽ നിങ്ങളാണ്, മെമ്മറീസ് അവരിങ്ങനെ ഓർത്തോണ്ടേ ഇരിക്കുകയാണ്. അവരിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ വരും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്ന സമയത്തും ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാക്കാം. അതായത് ഒരു അഭിപ്രായം കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ഒരു കുറവും വരാതെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷെ ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ട് ഇല്ല. നിങ്ങൾ ചെയ്തതുപോലെയുള്ളൊരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ആ ഒരു താങ് അവർക്കിപ്പം ഇല്ല. ഓക്കെ, വ്യക്തികളായിട്ട് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്നിട്ടൊന്നും ഒരു സപ്പോർട്ട് ഇല്ല അവർക്ക്. അങ്ങനെ ഒരു കാര്യമല്ല, ഒറ്റയ്ക്കായിട്ടുള്ളൊരു ഫീലാണ്. അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് അവർക്ക് ഇവിടെ ഓർമ്മയായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ 6 ഓഫ് വാൺസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് വാൺസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫൈറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാകാം റിലേഷൻഷിപ്പിൽ. അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. പെട്ടെന്ന് അവർ നിങ്ങളടുത്ത് ഒരു ചൂടായിട്ട് സംസാരിക്കുക, റഫായിട്ട് സംസാരിക്കുക. എന്താ റീസൺ എന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാവില്ലായിരിക്കാം. പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടാകാം, ഒരു തീരുമാനം ചോദിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഈ പേഴ്സൺ ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അത് അവർ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവർക്കറിയാം, പക്ഷെ നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടി വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണ്, അങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇപ്പോൾ എന്താണ് കിട്ടുന്നത് എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് വെറുതെയൊക്കെ അവർ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളടുത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, അതായത് ഒരു റീസണും ഇല്ല, അവർക്ക് എങ്ങനെയെങ്കിലും പോകണം, അതിന് വേണ്ടിയിട്ട് അവർ വെറുതെയൊക്കെ നിങ്ങളടുത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ എനർജി ഇവിടെ നോക്കുന്ന സമയത്ത് ഷാഡോ കാർഡാണ് കിട്ടിയത്. അതായത് നിങ്ങളൊരു ഷാഡോ ലൈഫ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഇരുട്ട് നിറഞ്ഞൊരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. മേ ബി നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഓർ സ്ട്രെസ്സായിട്ട് പോകുന്നുണ്ടാകാം. ഓക്കെ, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ആ പേഴ്സൺ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഭയങ്കര കൺഫ്യൂഷനും ഭയങ്കര വിഷമവും ഒരു ഡിപ്രഷൻ സ്റ്റേജും
പലരുടെ എനർജിയാണ് കേട്ടോ പറയുന്നത്. ജനറൽ ആയതുകൊണ്ട് തന്നെ പല ആളുകളുടെയും പല പല എനർജി ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പല സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് എടുത്തു കളയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതായത് നിങ്ങൾ 2 ദിവസം ഇപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ പെട്ടെന്ന് ഒരു അവേക്കനിങ് ഉണ്ടാവുക, വേണ്ട ഇനി മൂവ് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ എണീച്ച് കഴിഞ്ഞാലും അത് കുറച്ചൊരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ മാത്രം. ഓക്കെ, അത് കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഈ ഓർമ്മകൾ ഇങ്ങനെ വന്നിട്ട്, അതായത് ഇവർ നിങ്ങളെ ഉപദ്രവിച്ചതും നിങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയതും നിങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെ പോയ സമയത്ത് പോലും ഈ പേഴ്സൺ നിങ്ങളുടെ കണ്ണീരിന് ഒരു വിലയും തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നിങ്ങളെ മാറ്റിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ചെയ്തിട്ടുണ്ടാകാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മകളായിട്ട് വരികയാണ്. നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇവർ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പം വേണ്ട, ഒരു വെറുപ്പും ദേഷ്യവും സങ്കടവും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതാണ്. നമുക്ക് ഗൈഡൻസ് എന്തായാലും നോക്കാം. നിങ്ങളുടെ എനർജി എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്ര സെൽഫ് ലവ് ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര മൂവ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാലും പറ്റുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, ഉപദ്രവിച്ചതും ഓർമ്മ വരുന്നുണ്ട്, എന്നാൽ വന്നു കഴിഞ്ഞാൽ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടെ പോവാനും തോന്നുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ചും കൂടി അവരുടെ തോട്ട്സ് കാര്യങ്ങൾ എടുക്കാം. നിങ്ങളെക്കുറിച്ചിട്ടുള്ള മെമ്മറീസ് ആണ്, എന്നാലും ബാക്കിയും കൂടെ ഒന്ന് എടുത്തു നോക്കാം. തോട്ട്സ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള അവരുടെ തോട്ട്സ് കേട്ടോ. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള അവരുടെ തോട്ട്സ്. മദർ ഓഫ് പെൻഡക്കിൾ ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവന്നിട്ട്, അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരു പുതിയ ജീവിതം. ഓക്കെ, അങ്ങനെ അതായത് പഴയ സിറ്റുവേഷൻ എൻഡ് ആക്കാം. അതായത് അവിടെ എന്തോ നടന്നോട്ടെ, നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ്സ്, അതായത് എന്തിൻ്റെ പേരിലും തർക്കം കാര്യങ്ങൾ, വന്നിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് വ്യക്തിയാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ട്, ഓക്കെ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഓക്കെ, അങ്ങനെ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ്, പുതിയൊരു തുടക്കം, അതൊരു ജീവിതമായിട്ട് തന്നെ തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് എന്ന കാർഡ്, മെമ്മറീസുകളെല്ലാം വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു റിയൂണിയൻ ആണ്. ഈ കാർഡ് എന്ന് പറയുന്നത് സൺ കാർഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ ടാരോട്ടിൽ. ഈ ഒരു കാർഡിൽ ശരിക്കും പറയുകയാണെങ്കിൽ റിയൂണിയൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് അവരിപ്പം എലോൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഞാൻ പറഞ്ഞു എലോൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല അവർക്ക്. അവര് അതിലും ഏറ്റവും കൂടുതൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയിൽ പോലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഓക്കെ, എന്തോ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവർക്ക് കുറച്ചും കൂടി ഈസി ആയേനെ. ലൈഫിലുള്ള ഒരു സ്റ്റെബിലിറ്റി, ഇത് ജോബ് കരിയറിലൊക്കെ നിങ്ങളെ മാറ്റി നിർത്തി, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് കുറച്ചും കൂടി നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കൂടി സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള ചിന്ത അവർക്കുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളുടെ കൂടെ, അതായത് ഇപ്പം നിങ്ങൾക്കൊരു അന്ന് തരാത്ത വാല്യൂ ഇപ്പം അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് അവർക്കത് റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ. ബാക്കി അവർ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അവർ ചിന്തിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഇട്ടിട്ട് പോയത്, എന്തിനാണ് ഞാൻ അങ്ങനെ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്തത് എന്നൊക്കെയുള്ള ചിന്തകൾ ഇപ്പം അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ തോട്ട്സിൽ അങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു ജീവിതം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പുതിയൊരു ജീവിതം വേണം എന്നുള്ളത്. 7 ഓഫ് വാണ്ട്സ് ആണ്. സൺ ഓഫ് വാണ്ട്സ് ആണ്. ഏസ് ഓഫ് വാണ്ട്സും ഏസ് ഓഫ് പെൻഡക്കിളും ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇതൊരു വിക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് എത്തേണ്ട ഒരു റിലേഷൻ തന്നെയാണ്. അതായത് നിങ്ങളൊരു റിയൂണിയൻ നടക്കേണ്ട റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇങ്ങനെ മുടക്കായിട്ട് നിൽക്കുന്നത്. അതായത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞു, വ്യക്തികളാണ് ഉള്ളതെങ്കിൽ അവർക്ക് സ്വയം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്, ബാലൻസ് ഇല്ലായ്മയാണ് ലൈഫിൽ. ഓക്കെ, ആ ഒരു ബാലൻസ് ഇല്ലായ്മ മാറണം അവർക്ക്. ഓക്കെ, പിന്നെ നിങ്ങളുടെ എനർജി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നിങ്ങളുടെ എനർജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ നിങ്ങൾ നിങ്ങളെ മാറ്റിയിട്ടുണ്ട്, ഇനി വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു ഷാഡോ ലൈഫാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. അത് അത്ര നല്ല കാര്യമല്ലല്ലോ അങ്ങനെ ഒരു ലൈഫ്. നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റാത്തത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ പ്രവർത്തിക്കുമ്പം, ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവില്ലായിരിക്കും, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അത്രയും സ്നേഹം ഉണ്ടാകാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ നോക്കാം. യൂണിവേഴ്സ് ഗൈഡൻസ്, വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്. നൈറ്റ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കാണ്. ദ ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഒരു സെൽഫ് ലവ് കീപ്പ് ചെയ്യാൻ. അതായത് ഇപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ഒരു സെൽഫ് ലവ് ചെയ്യാനോ മൂവ് ഓൺ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത് ലൈഫിനെ. ഓക്കെ, അതായത് എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, മെഡിറ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇപ്പം അവരുടെ മെമ്മറീസ് ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ പരമാവധി ബിസി ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള കൈപ്പൊടിയായിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെ സ്വയം ഹീല് ചെയ്തെടുക്കുക. ഈ ഹീല് ചെയ്തെടുക്കുക എന്ന് പറയുമ്പം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ പ്രെയർ ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങളെ ഇങ്ങനെ ഹീല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ 6 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അതായത് അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഓർമ്മപ്പെടുത്തലാണ്. ജെനുവനായിട്ടുള്ള ഒരു സ്നേഹമാണെങ്കിൽ, ഇതൊരു എന്താ പറയുക, പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹമാണെങ്കിൽ, നിങ്ങളിലേക്ക് വരേണ്ട ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നു ചേരും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ആവുക. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക പരമാവധി. നിങ്ങൾക്ക് അതിനുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സാണ് നടക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞത്. ഒരു 3 മിനിറ്റ് ഓർ 5 മിനിറ്റിൻ്റെ കാര്യമൊക്കെ ഉള്ളൂ. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഹീല് ചെയ്യുക സ്വയം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു ആൻസർ കിട്ടും നിങ്ങൾക്ക്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഒരു തവണ കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.